ഹായ് ഫ്രണ്ട്സ്, ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്കിൽ ഇന്ത്യ അതിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ? അതിൽ രജിസ്റ്റർ ചെയ്താൽ എന്തൊക്കെയാണ് നേട്ടം ഉണ്ടാകുക? ഈ സ്കില്ലിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഫ്രീ കോഴ്സുകളുണ്ട്. ഡാറ്റ എൻട്രി, ബ്യൂട്ടീഷ്യൻ കോഴ്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ്, പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻ, ഫ്രീ ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. നമുക്ക് ഏതിനാണോ താല്പര്യം അതിൽ നമുക്ക് ചേരാവുന്നതാണ്. സർട്ടിഫിക്കറ്റ് ഉള്ള കോഴ്സുകളുണ്ട്, സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കോഴ്സുകളുണ്ട്. ഇതുകൂടാതെ ചെറിയ ഫീ അടച്ച് പല കോഴ്സിലും നമുക്ക് ചേരാവുന്നതാണ്. അതിനെല്ലാം സർട്ടിഫിക്കറ്റ് ലഭ്യമാണ്. ലെറ്റ് സ്റ്റാർട്ട്. ഈ സ്കിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. സെർച്ചിൽ ഈ സ്കിൽ ഇന്ത്യ ഈ സ്കിൽ ഇന്ത്യ ഈ ലേണിംഗ് അത് ക്ലിക്ക് ചെയ്യുക. പോപ്പുലർ കോഴ്സസ്, ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അത് ലാംഗ്വേജ് ഹിന്ദിയാണ്. ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇംഗ്ലീഷ്. കമ്പ്യൂട്ടർ ബേസിക്, പ്രധാനമന്ത്രി ആരോഗ്യ മിത്ര, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ റിപ്പയറിംഗ്. നമുക്ക് ഏതാണോ താല്പര്യം അതിൽ നമുക്ക് ചേരാവുന്നതായിരിക്കും. ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇവിടെ കാണാവുന്നതാണ്. സെക്ടർ ITES, ലാംഗ്വേജ് ഇംഗ്ലീഷ്, കോഴ്സ് ഫ്രീ ആണെന്നുള്ളത്. ഈ കോഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ സ്ക്രോൾ ചെയ്താൽ നമുക്ക് കാണാവുന്നതാണ്. നോളജ് പാർട്ണർ, ഇതിന്റെ ക്ലാസ് തരുന്ന ആരാണോ അത് ഇവിടെ കാണിക്കും. യൂണിഫൈഡ് സോഷ്യൽ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവർ തരുന്ന വേറെ ഒത്തിരി ഫ്രീ കോഴ്സുകൾ ഇവിടെ കാണാവുന്നതായിരിക്കും. കെയർ എക്സിക്യൂട്ടീവ്, ഹൗസ് കീപ്പിംഗ് അറ്റൻഡന്റ്. ഓക്കെ, ബാക്കിലോട്ട് പോവാം. കോഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഈ കാണുന്നത്. ഇതെല്ലാം മലയാളത്തിൽ കാണണമെങ്കിൽ ടോപ്പിൽ പോവുക, സെലക്ട് ലാംഗ്വേജ്, അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ആരോയിൽ ക്ലിക്ക് ചെയ്ത് മലയാളം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. വെബ് പേജ് മലയാളത്തിലോട്ട് പോകുന്നത് കാണാം. ഇതിൽ നോക്കി മറ്റു കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഡ്യൂറേഷൻ 20 മണിക്കൂർ. കോഴ്സിന്റെ പേര് ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഡ്യൂറേഷൻ 20 മണിക്കൂർ. സെക്ടർ ITES, പ്രൈസ് ഫ്രീ ആണ്. ഏത് സമയം വേണമെങ്കിലും നമുക്ക് ഇത് പഠിക്കാവുന്നതാണ്. അവൈലബിൾ, ഫുൾ ടൈം അവൈലബിൾ ആണ്. ഇതിന് നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. നോളജ് പാർട്ണറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നു. ഈ സ്കില്ലിൽ നിന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇതിൽ ലഭിക്കും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ ആയിരിക്കണം. അതുപോലെ കാറ്റഗറി പോവുകയാണെങ്കിൽ അഗ്രികൾച്ചർ, ഓട്ടോമേറ്റീവ്, ബ്യൂട്ടിയോട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ ഫ്രീ കോഴ്സുകളെല്ലാം ഇതിൽ കാണിക്കുന്നതായിരിക്കും. സോപ്പ് മേക്കിംഗ്, ബ്യൂട്ടീഷ്യൻ, അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ എല്ലാ ഡീറ്റെയിലും ഇവിടെ കാണിക്കുന്നതായിരിക്കും. സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലെന്ന് ഇവിടെ കാണിക്കും. ഇലക്ട്രോണിക്സ് ആണ് വേണ്ടതെങ്കിൽ ഇലക്ട്രോണിക്സ് സെലക്ട് ചെയ്യുക. ഇലക്ട്രോണിക്സോട് ബന്ധപ്പെട്ട എല്ലാ ഫ്രീ കോഴ്സുകളും ഇവിടെ കാണിക്കുന്നതായിരിക്കും. മൊബൈൽ റിപ്പയറിംഗ് ഇംഗ്ലീഷ്, അതെടുക്കുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ കാണിക്കും. അങ്ങനെ ഫ്രീ ആയിട്ട് പല കോഴ്സുകളും നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഡാറ്റ എൻട്രി അതെങ്ങനെ രജിസ്റ്റർ ചെയ്യാം അതാണ് പറയാൻ പോകുന്നത്. ഈ സ്കില്ലിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൻറോൾ നൗ, അത് ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. ഐ ആം നോട്ട് എ റോബോട്ട് എന്നത് ക്ലിക്ക് ചെയ്യുന്നിട്ട് ലോഗിൻ ചെയ്യുക. അതുകൂടാതെ ഗൂഗിൾ, ഫേസ്ബുക്ക് ഇതുവഴിയും കയറാവുന്നതാണ്. ഇവിടെ ഗൂഗിൾ വഴി കയറാം. പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. വർഷം സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഐ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ NSDC, അത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു വിൻഡോ വരും. അത് നമ്മൾ വായിച്ചതിന് ശേഷം അക്സെപ്റ്റ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും. ഇനി നമുക്ക് ഏതാണോ കോഴ്സ് വേണ്ടത് ആ കോഴ്സ് സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. യു വിൽ നൗ ബി ഡയറക്റ്റഡ് ടു നോളജ് പാർട്ണർ പോർട്ടൽ. ഓക്കെ, രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ മൊഡ്യൂൾ 1, ഇങ്ങനെ ഈ എല്ലാ മൊഡ്യൂളും നമ്മൾ കാണുക. അതിൽ 1 ക്ലിക്ക് ചെയ്യുക. ഇൻട്രൊഡക്ഷൻ ടു ദ പ്രോഗ്രാം, അത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഇതെല്ലാം കാണുക. അടുത്തത് കൊടുക്കുക. മൊഡ്യൂൾ 3 എടുക്കുക. ഓരോന്നും കണ്ടു കഴിയുമ്പോഴേക്ക് ടിക്ക് മാർക്ക് കൂടെ വരുന്നതായിരിക്കും. ഇത് ഫൈനലി DEO മൊഡ്യൂൾ 5. മൊഡ്യൂൾ കണ്ടു തീരുമ്പോഴേക്കും അതെല്ലാം ടിക്കായി വന്നിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ഓരോ മൊഡ്യൂൾ കണ്ടാലും മതിയാവും. DEO ഫൈനൽ അസസ്മെൻറ്റ്. ഇതിൽ 30 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് 1 വേർഡ് ആയിരിക്കും. 80 മാർക്ക് കിട്ടുകയാണെങ്കിൽ പാസ്ഡ് ആണ്. നിങ്ങളെല്ലാവരും 100 മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിൽ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആൻസർ കൊടുക്കുക. ഇങ്ങനെ 30 ക്വസ്റ്റ്യനും ആൻസർ കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഫൈനൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. അതിൽ പ്രിൻ്റ് എന്ന് കൊടുക്കുമ്പോഴേക്കും കറക്റ്റ് ഏതാണ് തെറ്റേതാണെന്നെല്ലാം ഇതിൽ കാണിക്കുന്നതായിരിക്കും. ഇനി വ്യൂ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുക. സർട്ടിഫിക്കറ്റ് ഇവിടെ ഡൗൺലോഡായി വരുന്നതാണ്. സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ രീതിയിൽ ലഭിക്കുന്നതാണ്. ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ
ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ എക്സാം പാസ്സായത് മൂലം നമുക്ക് ലഭിക്കുകയുണ്ടായി. ഓക്കെ, ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എൻ്റെ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.